നമ്മുടെ ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ പടമായ ദൃശ്യം 3 അങ്ങനെ ഇന്ന് റിലീസായിരിക്കുകയാണ്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജിത്തു ജോസഫ് ഇന്ന് ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഈ പടം ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല എനിക്ക് തോന്നി. പക്ഷേ നിങ്ങളിത് ദൃശ്യം 1ഉം 2ഉം വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടെന്ന് വരണമെന്നില്ല. എനിക്ക് പേഴ്സണലി ഈ പടം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഞാൻ സ്പോയിലേഴ്സോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ഇതിൻ്റെ ബേസിക് റിവ്യൂ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പടം നമ്മൾ ആദ്യം ഫസ്റ്റ് പാർട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ജിത്തു ജോസഫ് പറയുന്നുണ്ട്, അതായത് നിങ്ങൾ ഇതിനകത്ത് കൂടുതൽ മാസ് എലമെൻറ്റ്സ് ഒന്നും പ്രതീക്ഷിക്കേണ്ട, ഇത് ജസ്റ്റ് നോർമലായിട്ടൊരു പടമാണ്, ഒരു ഫാമിലിയിൽ സംഭവിക്കുന്നൊരു ഇൻസിഡൻറ്റ് അത് കാണിക്കുന്നൊരു പടമാണ് ദൃശ്യം 1ൽ നിന്ന് ജിത്തു ജോസഫ് പറഞ്ഞു. അതേപോലെ നമ്മൾ അധികം എക്സ്പെക്റ്റ് ചെയ്യാണ്ടാണ് തിയേറ്ററിൽ പോയത്. പക്ഷേ നമ്മളെ തിയേറ്ററിൽ അത്ഭുതപ്പെടുത്തിയ ഒരു ഇതായിരുന്നു ദൃശ്യം 1. ദൃശ്യം 2ൽ നമ്മൾ വിചാരിക്കും ഇനി എന്താണ് ദൃശ്യം 2ൽ ഇനി എന്തായിരിക്കും സംഭവിക്കുന്നത് വിചാരിക്കുന്നത്. അതായത് ഇനി ഓൾറെഡി കഥ കഴിഞ്ഞ് നമ്മൾ ദൃശ്യം 2ൽ ഇനി കൂടുതൽ എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ തിയേറ്ററിൽ പോയ സമയത്ത് ദൃശ്യം 2 നമ്മളെ അത്ഭുതപ്പെടുത്തി. അതായത് കുറേ മാസ് എലിമെൻറ്റ്സ് ദൃശ്യം 2ലുണ്ടായിരുന്നു, നമ്മൾ സ്റ്റണ്ണാക്കിയ കുറേ കാര്യങ്ങൾ ദൃശ്യം 2ലുണ്ടായിരുന്നു. ദൃശ്യം 3ൽ വന്ന സമയത്ത് ആ ഒരു വാവ് സെഗ്മെൻറ്റ് കുറച്ച് കുറഞ്ഞു പോയ പോലെ തോന്നി. അതായത് ഫസ്റ്റ് ഹാഫ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഭയങ്കര സ്ലോ ആയിട്ടാണ് ബിൽഡ് ചെയ്തത്. ദൃശ്യം 1ഉം 2ഉം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ ക്വിക്കായിട്ട് സ്റ്റോറി ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 1ലും 2ലും അത്യാവശ്യം ക്വിക്കായിട്ടായിരുന്നു സ്റ്റോറി ബിൽഡ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഫുൾ ടൈം എൻഗേജിങ് ആയിരുന്നു. ഈ ഒരു പടത്തിന് ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിരുന്നു. വേറെ സെക്കൻഡ് ഹാഫിലാണ് കൂടുതൽ ഇതിനകത്ത് സ്റ്റോറിയിലോട്ട് ഇൻവോൾവ് ആവുന്നത്. ഫസ്റ്റ് ഹാഫ് അത് ഫസ്റ്റ് ഒരു 45 മിനിറ്റ്സിൽ, അതായത് ഇൻ്റർവെല്ലിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നോടിയായിട്ട് വരെ ഇച്ചിരി സ്ലോ പേസ് ആയിട്ട് പോയി അതായത് ഈ പടത്തിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അവരുടെ ഫാമിലി നടക്കുന്ന ഇതും പിന്നെ അവരുടെ ബാക്കി അതായത് ജീവിതത്തിൽ നടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ബേസിക്കലി പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഒരു 10 മിനിറ്റ് മുന്നേ, അത് ഇൻ്റർവെല്ലിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നോടിയായിട്ട് ഒരു ക്യാമിയോ വരും. ആ ക്യാമിയോ വരുമ്പോഴാണ് ഈ പടം ഒന്ന് എൻഗേജ് ആവുന്നത്. അതിന് ശേഷമാണ് ഈ സ്റ്റോറിയിലോട്ട് സെക്കൻഡ് ഹാഫ് തൊട്ടാണ് ഈ സ്റ്റോറിയിലോട്ട് അകത്തോട്ട് കയറിയിട്ട് ഈ ജോർജ് കുട്ടി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സർവൈവ് ചെയ്യുന്നതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പടത്തിൽ എനിക്ക് തോന്നുന്നു കുറേ മിക്സഡ് റിവ്യൂസ് കേൾക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് ഹാഫ് ചെറിയ ലാഗ് ഉണ്ടായതുകൊണ്ട് മിക്കവാറും കുറേ പേര് മിക്കവാറും മിക്സഡ് റിവ്യൂസ് കേൾക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി ഈ പടം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ജസ്റ്റ് ഈ പടം കാണാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് നിങ്ങൾ കാണാം. അപ്പോൾ ചിലപ്പോൾ എനിക്ക് ഈ പടം നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചിലവർക്ക് അത് ചിലപ്പോൾ പടം കംപ്ലീറ്റ്ലി ഇഷ്ടപ്പെട്ട് കാണും, ചിലവർക്ക് കംപ്ലീറ്റ്ലി ഇഷ്ടപ്പെട്ടു. അത് ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവാണ്. എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഞാൻ ഈ മൂവി കണ്ടപ്പോഴത്തേക്ക് എനിക്ക് നല്ല രീതിയിൽ ഈ പടം ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് ചെറിയ ലാഗ് ഉണ്ടായിരുന്നു, സെക്കൻഡ് ഹാഫാണ് ഈ പടം എൻഗേജിങ് ആയിട്ട് പോകുന്നത്. അത് എന്തുകൊണ്ടാണ് ഇത് കമ്പയർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൃശ്യം 1ഉം 2ഉം നമ്മൾ കണ്ടത്. ദൃശ്യം 1ൽ അതായത് നമുക്കൊന്ന് ബോറടിക്കാൻ പോലും ടൈം കിട്ടത്തില്ല ദൃശ്യം 1ൽ. ദൃശ്യം 2ലും അതേപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് തൊട്ട് നമ്മൾ എൻഗേജ് ചെയ്താൽ കൊണ്ടുപോകുന്നത്. 3ൽ വന്നപ്പോഴത്തേക്കും ആ എലമെൻറ്റ് ഇല്ലാണ്ടായിപ്പോയി. അതായത് ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ലാഗ്, സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴാണ് ഇച്ചിരി ആ ഒരു ഇത് മാത്രമാണ് ഒതുങ്ങിപ്പോയ പോലെ തോന്നി 3ൽ. അപ്പോൾ ജിത്തു ജോസഫിൻ്റെ ഈ ഒരു 3 പാർട്ട് എടുക്കുമ്പോഴത്തേക്കും ദൃശ്യം 3 ആണ് കുറച്ചും കൂടെ വീക്കായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദൃശ്യം 1ആണോ 2 ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1ഉം 2ഉം ഏകദേശം ഒരേപോലെ ഇരിക്കുന്നത്. എന്നാലും 1 കുറച്ച് പേർക്ക് 1 ഇഷ്ടമാണ്, കുറച്ച് പേർക്ക് 2 ഇഷ്ടമാണ്. എന്നാലും 1ഉം 2ഉം ഒരേ ഒരു ലെവൽ വേവ് ലെങ്ത് നിൽക്കുകയാണ്. പക്ഷേ ഈ വേവ് ലെങ്ത് വെച്ച് 3 നോക്കുകയാണെങ്കിൽ ഇച്ചിരി ഡൗൺ ആയിട്ട് നിൽക്കുക. പക്ഷേ എന്നാലും ഓവറോൾ ഈ പടം നല്ലതാണ്. അത് ലാലേട്ടൻ്റെ ബർത്ത്ഡേക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗിഫ്റ്റാണ് ജിത്തു ജോസഫ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫാൻസിനൊക്കെ എൻജോയ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഹാഫ് ചെറിയ അവരുടെ ഫാമിലി നടക്കുന്ന ചെറിയ കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇൻ്റർവെല്ലിന് ഒരു 10 മിനിറ്റ് മുന്നോടിയായിട്ടൊരു ക്യാമിയോ ഉണ്ട്. ആ ക്യാമിയോ ഒക്കെ വരുമ്പോഴത്തേക്കും തിയേറ്റർ നല്ല രീതിയിൽ ഇറപ്റ്റ് ആവുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൻ്റെ ആ ഒരു 10 മിനിറ്റ് മുന്നോടിയായിട്ടുള്ള സീൻസൊക്കെ നല്ല രസമുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് പിന്നെ ഇവരുടെ ബാക്കിയുള്ള ഇവരുടെ പോലീസിൻ്റെ കുറേ കാര്യങ്ങളും ഇവരുടെ വീണ്ടും ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ വീണ്ടും വരുന്ന സമയത്ത് ആ ഒരു നല്ലൊരു എൻഗേജിങ് ആയിട്ട് സെക്കൻഡ് ഹാഫാണ് ശരിക്കും പറഞ്ഞാൽ ഈ പടം ഓണായത്. നമ്മുടെ ഈ വരത്തനില്ലേ, നമ്മുടെ വരത്തൻ കണ്ട പോലെ അത് വരത്തിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഹാഫ് കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ലാഗായിട്ട് തോന്നും. അപ്പോൾ ഭയങ്കര ലാഗായിട്ട് തോന്നും. സെക്കൻഡ് ഹാഫ് ലാസ്റ്റ് ഒരു 30 മിനിറ്റ്സ് ആണ് വരത്തലിൻ്റെ സ്റ്റോറി ഇരിക്കുന്നതെന്ന് പറയത്തില്ലേ, അതേപോലെ ഇപ്പോൾ ഈ ഒരു പടത്തിൽ അത് സെക്കൻഡ് ഹാഫാണ് ശരിക്കും പറഞ്ഞാൽ ഈ കഥയുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇരുന്നത്. അതാണ് ചെറിയൊരു ഡ്രോബാക്ക്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഇത്രയും ലെങ്ത് ആക്കണ്ടായിരുന്നു, ഫസ്റ്റ് ഹാഫ് ഇത്രയും ലാഗ് ആക്കണ്ടായിരുന്നു, കുറച്ചും കൂടെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. വേറെ കുഴപ്പമൊന്നുമില്ല. പടം ഓവറോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. നിങ്ങൾക്ക് ഫാമിലിയായിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ഓരോരുത്തരുടെ റിവ്യൂ കേട്ടിട്ട്
അതായത് ഇപ്പോൾ ചിലവർ ഇപ്പോൾ ചിലപ്പോൾ കൊള്ളത്തില്ലെന്നൊക്കെ പറയുമായിരിക്കും. എന്ന് വെച്ചാൽ റിവ്യൂ കേട്ടിട്ട് നിങ്ങൾ സിനിമ കാണാതിരിക്കരുത്. നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിൽ ചിലപ്പോൾ ഈ സിനിമ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും സിനിമ പോയി കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിനകത്ത് വരുന്ന കുറേ ക്യാമിയോസും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇമ്പോർട്ടൻറ്റ് സീൻസൊക്കെ ഉണ്ട്. അതൊക്കെ ചില തെണ്ടികളുടെ സ്വഭാവം. അതായത് ഫോർ എക്സാമ്പിൾ അതിരടിയിൽ ഒരു ക്യാമിയോ ഉണ്ടായിരുന്നു, നമ്മുടെ ഹാഷറിൻ്റെ ഒരു ക്യാമിയോ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ ആ ക്യാമിയോയുടെ ഫുൾ ഇത് ഏതോ ഒരു നാറി ഇൻസ്റ്റാഗ്രാമിൽ ത്രൂ ഇട്ട് അത് ഫുൾ അങ്ങ് കുളവാക്കി. ആ ക്യാമിയോയുടെ ഇതങ്ങ് ആ ഒരു ഹൈപ്പേ അങ്ങ് കുളവാക്കി. ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടതല്ല, ഞാൻ അതിരടി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടതല്ല. അതിൻ്റെ അത് കംപ്ലീറ്റ്ലി ആ പിന്നെ എനിക്ക് ഒന്ന് കാണാൻ തോന്നുമ്പോഴത്തേക്കും അത് ക്യാമിയോ കംപ്ലീറ്റ്ലി ഞാൻ കുളവാക്കി പോയി. അതായത് ഇവന്മാർ ഇൻസ്റ്റാഗ്രാം ത്രൂ ഇത് കാണുമ്പോഴത്തേക്കും, നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്കും ഈ സ്പോയിലർ കാണുമ്പോഴത്തേക്കും ആ ഒരു മടുപ്പായി പോകും. അത് നമ്മൾ സർപ്രൈസ് ആയിട്ട് കാണേണ്ട സാധനം ഇവന്മാർ എന്തിനു ഇത് ഇടുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. അതേപോലെയുള്ള ഒരു ക്യാമിയോ ഇതിൻ്റെ അകത്തുണ്ട്. ദൈവത്തെ ഓർത്ത്, അങ്ങനെ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ദൈവത്തെ ഓർത്ത് ഈ സിനിമയുടെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് എടുത്തിട്ട് ദൈവത്തെ ഓർത്ത് ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ ഇടരുത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാണാൻ പോകുന്നവരോട് ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാം. എനിക്ക് ഈ പേഴ്സണലി ഈ പടം ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് ഈ കമൻറ്റിൻ്റെ താഴെ രേഖപ്പെടുത്തുക.